നിങ്ങളുടെ വീട്ടിലെ ഹോബ് ടോപ്പ് ഗ്ലാസ് സ്റ്റൗ ഇതുപോലെ പൊട്ടിത്തെറിച്ചാണ് കത്തുന്നത് എങ്കിൽ പരിഹാരമുണ്ട്. വീഡിയോ ഒന്ന് പൂർണ്ണമായും കണ്ടു നോക്കി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോക്ക് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഹോബ് ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിൻ്റെ ബർണർ മാറ്റിയിട്ട് സാധാ സ്റ്റീൽ അടുപ്പിന് വരുന്ന ബർണർ അതിന് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ. മാർക്കറ്റിൽ റയർ ആയതുകൊണ്ട് തന്നെ റേറ്റ് ആണെങ്കിൽ 4500 ആ റേറ്റ് വരുന്നുണ്ട് ഈ ഗ്ലാസ് ഹോബ് സ്റ്റൗവിൻ്റെ ബർണറിന്. അപ്പോൾ സാധാ സ്റ്റീൽ അടുപ്പിന് വരുന്ന ബർണർ എങ്ങനെ വെക്കാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് സക്സസ് ആയി. അതിന് ശേഷം വീണ്ടും ആ വീഡിയോ കണ്ടിട്ട് കസ്റ്റമേഴ്സ് വന്നിരുന്നു, അതുപോലെ ഒരു വേറെ മോഡൽ സ്റ്റൗ. അപ്പോൾ ആ സ്റ്റൗ എങ്ങനെയാണ് നമ്മൾ സാധാ സ്റ്റീൽ ബർണർ സെറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. മാത്രമല്ല, ആർക്കെങ്കിലും ഇതുപോലുള്ള സ്റ്റൗകളുണ്ടെങ്കിൽ നമുക്ക് സാധാ ബർണർ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് തരാൻ കഴിയും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇന്ന് സർവീസിന് വന്നാൽ നമ്മൾ പറഞ്ഞ ആ സ്റ്റൗ ഒന്ന് ആദ്യം കത്തിച്ച് ഞാൻ കാണിച്ചു കേട്ടോ. അതിൻ്റെ ഫ്ലെയിം എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കി. ഈ ലാസ്റ്റ് അപ്പോൾ ഈ 3 കൂടി കാണിച്ചാൽ, അപ്പോൾ സ്റ്റൗ കത്തണ സിസ്റ്റം കണ്ടില്ല. ഇതാണ് ഇത്. ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ ഈ ബർണറൊക്കെ മാറ്റിയിട്ട്. അന്ന് ഇതിന് മാത്രമായിട്ട് 2000 സംതിങ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ സാധാ ബർണർ ഇതിന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോന്ന് അപ്പോൾ നമ്മൾ എല്ലാം മാറ്റി ഇനി സ്റ്റീൽ പ്ലേറ്റ് അയക്കടഞ്ഞ് അപ്പോൾ 3 പ്ലേറ്റിൻ്റെ സെറ്റ് ചെയ്ത സ്ക്രൂ നമ്മൾ എടുത്ത് മാറ്റി. ഇനി ഓരോ പ്ലേറ്റ് എടുക്കണം. ഇതിന് സെൻസറുമായുള്ള ബന്ധപ്പെട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളിക്കത്ത് അങ്ങനെ എന്തെങ്കിലും ബിരിയാണിയിൽ തീ പടരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റൗ ഓഫാവും, ഓട്ടോമാറ്റിക് ഓഫാവും. അതിൻ്റെ ഒരു സിസ്റ്റം ഇതിനുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ബർണറിന് ഗ്യാസ് ബേസിൽ കണക്ട് ചെയ്യാനുള്ള ഹോസ് ഒക്കെ റെഡി. അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുത്ത് ഈ ഐറ്റംസ് ബേസും ബർണറും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ നമ്മളിതൊക്കെ ഇനി അയച്ച് മാറ്റാൻ പോകേണ്ടത്. ഇതിൻ്റെ അകത്തുള്ളതൊക്കെ ബർണർ കണക്ട് ചെയ്ത ഹോസുകളൊക്കെ ഒഴിവാക്കട്ടെ. ഇവിടെ കട്ട് ചെയ്ത് അതിനകത്ത് മാറ്റാണ്, അയച്ച് മാറ്റണം. ഒക്കെ അപ്പം അതിനുള്ള 3 ബേസും അയച്ച് മാറ്റി. മൂന്ന് ബർണറിൻ്റെ ബേസിന് കൊടുത്തിരുന്ന ജെറ്റ്, അതായത് നിപ്പിൾ, അത് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ 3ൻ്റെ അടുത്ത് നമ്മൾ ആദ്യം മാറ്റും. എന്നിട്ടാണ് നമ്മൾ ഈ ഓസിന് ഇതൊക്കെ കണക്ട് ചെയ്യുക. ബ്രാസൊക്കെ സെറ്റിന് മുമ്പായിട്ട് ബ്രാസ് വെക്കുന്ന ബേസിലാണ് നമ്മൾ ഈ ജെറ്റ് കണക്ട് ചെയ്യുന്നത്, ഗ്യാസ് വരാനുള്ളത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഗേസ് സ്ക്വയറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അടിഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ചെറിയ മോഡൽ ചെറുതായിട്ട് ഈ ഗേസ് ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഓഫാകുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ കാലൊക്കെ ബർണറിൻ്റെ ആ ഭാഗത്ത് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. അതുപോലെ ജെറ്റൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല. ആരെങ്കിലും ഇതേമാതിരി ചെയ്താൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് എല്ലാം കണക്ട് ചെയ്ത് എല്ലാം ലീക്ക് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതായത് ഈ മുകളിലെ സ്റ്റീൽ പ്ലേറ്റുമ്മൽ ആദ്യത്തെ ബേസും അതുപോലെ ബർണറൊക്കെ സെറ്റ് ചെയ്യല്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ അടിഭാഗത്തെ വർക്കുകൾ, ഇതിൻ്റെ ഉള്ളിലത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. പ്ലേറ്റ് ഇതിമൽ
ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്ക്രൂ ചെയ്യുകയാണ്. അതോടെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടിഭാഗത്ത് കൂടുതൽ വരുന്ന ബോൾട്ടിൻ്റെ ആ നെട്ട് അത് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അതുപോലെ സ്റ്റൗവിന് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ഓട്ടോമാറ്റിക് ഓഫാനുള്ള ആ കാലാട്ടോ ആ കാണുന്നത്. ഹോപ്പ് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എങ്ങനെയാണ് ഈ പുതിയ ബ്രാസ് സെറ്റ് ചെയ്ത് മാറ്റപ്പെടുത്തിയത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇതുവരെ ഞങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ബ്രാസൊക്കെ ഫ്ലെയിം ചെയ്ത് കത്തിയിരുന്ന് പുറത്തേക്കും ഒരു ശബ്ദത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഫ്ലെയിം നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് മൊത്തത്തിൽ മാറ്റപ്പെടുത്തി സ്റ്റീൽ അടുപ്പിന് വെക്കണ ബർണർ ബ്രാസ് സെറ്റ് ചെയ്തതിൻ്റെ ബേസൊക്കെ സെറ്റ് ചെയ്ത് പ്ലേറ്റ് വെച്ചു. നെട്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ സ്ക്രൂകളൊക്കെ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ നമ്മൾ നോബൊക്കെ സെറ്റ് ചെയ്ത് 3 ബ്രാസ് അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡ് ഒക്കെ വെച്ചതിന് ശേഷം എങ്ങനെയാണ് ഇപ്പോൾ ഈ പുതിയ മോഡൽ ഈ സ്റ്റൗ കത്തുന്നത് എന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നല്ല ഉഷാറായിട്ട് നോക്കികൾ എല്ലാം വെച്ചപ്പോൾ ഒരു പുതിയ സ്റ്റൗവിൻ്റെ ലുക്ക് ആയിട്ട് നമുക്ക് കാണാം. കാരണം പഴയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം മാത്രം, ബാക്കിയൊക്കെ പുതുസാണ്. നമ്മളിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കുള്ള ഓഫാണ്, അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് കത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന. കണ്ടില്ല നല്ല ഉഷാറായിട്ട് കത്തിട്ടാ നല്ല വോയിസ് തന്നെ നോക്കികൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇനി എങ്ങനെയായിരുന്നു ഈ സ്റ്റൗ കത്തിയിരുന്നത് ഒന്നും കൂടി നിങ്ങൾ കാണിക്കുമ്പോഴാണ് രണ്ടിൻ്റെയും ആ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമ്മളിത് എങ്ങനെയായിരുന്നു ആദ്യം കത്തിയിരുന്നത്, നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ കത്തിയിരുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോഴില്ലേ ശബ്ദത്തോടു കൂടി പുറത്തേക്ക് ബർണറൊക്കെ പൊട്ടിയിട്ട് ഒരു സൈഡിലേക്കൊക്കെ ആയിരുന്നു കത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റപ്പെടുത്തി ഈ ശബ്ദമൊക്കെ ഒഴിവാക്കി പുതിയ മോഡൽ സ്റ്റീൽ അടുപ്പിൻ്റെ ബർണർ വെച്ച് നല്ല ഫ്ലെയിമിൽ സ്റ്റൗ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.